ഡിഗ്രി പ്രിലിമിനറിയുടെ പരീക്ഷയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ഇപ്പോൾ കേരള PSC പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇത് എന്റെ ഫോണിൽ 2:45 വന്നിട്ടുള്ള ഒരു മെസ്സേജ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും ഇതിനകത്ത് കാറ്റഗറി നമ്പർ 004/2022 OTP വെരിഫിക്കേഷൻ നാളെ മുതൽ 23/7/2022 മുതൽ 11/8/2022 വരെ നടക്കുന്നുണ്ട്. കൺഫർമേഷൻ വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ഇപ്പൊ കേരള PSC വന്നിട്ടുള്ളത്. ഇത് ഏത് പോസ്റ്റിന്റെ ആണെന്നും ഇനി വരാൻ പോകുന്ന നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ സിലബസും ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം ഇത് ഏത് പോസ്റ്റിന്റെ ആണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പൊ നിലവിൽ വന്നിട്ടുള്ളത് 004/2022 എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസസ് ഓഫ് കേരള ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്ന ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസറിലേക്കുള്ള പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ആണ് നിലവിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ OTP വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് നാളെ മുതലാണ് കേട്ടോ. അപ്പൊ നാളെ മുതൽ സൈറ്റ് ഓപ്പൺ ആവും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നാളെ മുതൽ നമ്മുടെ ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസറിലേക്കുള്ള OTP വെരിഫിക്കേഷൻ നിങ്ങൾക്ക് നാളെ മുതൽ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിന്റെ പേ ഓഫ് സ്കെയിൽ അല്ലെങ്കിൽ ഇതിന്റെ ശമ്പളം വരുന്നത് 43,000 മുതൽ 91,000 രൂപ വരെ വരുന്ന ശമ്പളം വരുന്നൊരു ജോലിയാണ് നമ്മുടെ ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ. അപ്പൊ എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്തവർ അല്ലെങ്കിൽ മെസ്സേജ് വന്നവര് തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയുള്ള നല്ലൊരു അവസരം തന്നെയാണ് ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ. അപ്പോൾ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ വരാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം. അപ്പൊ നമുക്ക് നോക്കാം ഡിഗ്രി പ്രിലിമിനറിയുടെ സിലബസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ, ഇത് കേരള PSC റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡിഗ്രി പ്രിലിമിനറിയുടെ കണ്ടല്ലോ ഗ്രാജുവേറ്റ് ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ 2022 സിലബസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വന്നിട്ടുള്ളത് കേരള ഹിസ്റ്ററി ആണ് കേട്ടോ. അപ്പൊ ഹിസ്റ്ററി തന്നെ 10 മാർക്കിനാണ് ചോദിക്കുന്നത്. അതിന് തന്നെ ആദ്യം വരുന്നത് എന്താണ്, കേരള ഹിസ്റ്ററി അല്ലെങ്കിൽ കേരള ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കാണ് ആദ്യത്തെ ടോപ്പിക്. അതിനകത്ത് അറൈവൽ ഓഫ് യൂറോപ്യൻസ്, അതുപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ, മാർത്താണ്ഡവർമ്മ, ശ്രീ ചിത്തിര തിരുനാൾ, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ്, നാഷണൽ മൂവ്മെന്റ്സ് ഇൻ കേരള, അതുപോലെ സോഷ്യൽ ഹിസ്റ്ററി ആഫ്റ്റർ 1956, അങ്ങനെ ഒരുപാട് ടോപ്പിക് എന്ത് ചെയ്യുന്നുണ്ട് കേരള ചരിത്രത്തിനകത്ത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട് കണ്ടല്ലോ, ഇന്ത്യ ചരിത്രം, ഇന്ത്യൻ ഹിസ്റ്ററി. അതിനകത്ത് മിഡീവൽ ഇന്ത്യ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, അതുപോലെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ്, ഫസ്റ്റ് വേൾഡ് വാർ, ഇൻഡിപെൻഡൻസ്, അങ്ങനെ നമ്മുടെ എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ ഇൻഡിപെൻഡൻസ്, ഡെവലപ്മെന്റ് ഇൻ സയൻസ്, എഡ്യൂക്കേഷൻ, ടെക്നോളജി, അങ്ങനെ ഒരുപാട് ടോപ്പിക്കുകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ഹിസ്റ്ററിക്കകത്തും പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി പഠിക്കാനുണ്ട്, ലോകചരിത്രം. ഈ ലോകചരിത്രത്തിന്റെ ക്ലാസ്സുകളാണ് നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓൾറെഡി ഇപ്പോഴത്തെ ക്ലാസിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കേസാണ്. നമ്മളിത് എന്തിനൊക്കെയാണ് നമ്മുടെ +2 ലെവൽ പ്രിലിമിനറി മെയിൻസ്, അതുപോലെ തന്നെ നമ്മുടെ 10th ലെവൽ മെയിൻസ്, ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്കും കൂടി പഠിക്കുന്നതാണെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ പഠിച്ചത് എന്തൊക്കെ പഠിച്ചു, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ക്ലാസ് എന്ന് പറയുമ്പോൾ നാളെ നിങ്ങൾക്ക് ഫ്രഞ്ച് റവല്യൂഷന്റെ ക്ലാസ് നാളെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ വേൾഡ് ഹിസ്റ്ററിയിലെ ക്ലാസ്സുകളും ഇപ്പോൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ നിലവിൽ വേൾഡ് ഹിസ്റ്ററിയിൽ പഠിക്കാൻ എന്തൊക്കെയാണ്, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ, അതുപോലെ തന്നെ നമ്മുടെ UNO, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെയാണ് വേൾഡ് ഹിസ്റ്ററിക്കകത്ത് പഠിക്കാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ കറണ്ട് അഫയേഴ്സ് കേട്ടോ, കറണ്ട് അഫയേഴ്സ്, വേൾഡിന്റെ കറണ്ട് അഫയേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ക്ലാസ്സുകളെല്ലാം നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ജോഗ്രഫി പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ ബേസിക് ജോഗ്രഫി പഠിക്കാനുണ്ടെന്ന് വെച്ചാൽ എർത്തിന്റെ സ്ട്രക്ചർ പോലുള്ള SCRT-കകത്ത് പറയുന്ന കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫി ശ്രദ്ധിക്കുക, ഇന്ത്യൻ ജോഗ്രഫി നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. കേരള ജോഗ്രഫി പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ വേൾഡ് ജോഗ്രഫിയുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഈ വേൾഡ് ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുണ്ട്, പഠിക്കാനായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ എക്കണോമിക്സ്, വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് എക്കണോമിക്സിന്റെ ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചാനലിൽ എടുത്ത് വരുന്നുണ്ട്. എക്കണോമിക്സിനകത്ത് തന്നെ നാഷണൽ ഇൻകം നമ്മൾ പഠിപ്പിച്ചു, പെർ ക്യാപിറ്റ ഇൻകം പഠിപ്പിച്ചു, അതുപോലെ തന്നെ ബാക്കി നീതി ആയോഗ് പഠിപ്പിച്ചിട്ടുണ്ട്, റിസർവ് ബാങ്കിന്റെ ഫംഗ്ഷൻസ്. ഈ റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എക്കണോമിക്സിന്റെ ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ഇതെല്ലാം പഠിപ്പിക്കാൻ ഞാനൊരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഓരോ ദിവസം ഓരോ ടോപ്പിക് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, പതുക്കെ പഠിപ്പിച്ച് പോകണം. അപ്പോൾ എക്കണോമിക്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ സിവിക്സ് നമുക്ക് പഠിക്കാനായിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. സിവിക്സിന്റെ ക്ലാസ്സുകൾ നിലവിൽ ഇപ്പോൾ ഞാൻ ചെയ്തു വരുന്നുണ്ട്. അതിൽ നമ്മൾ ഇന്ന് പഠിച്ച ടോപ്പിക് എന്തായിരുന്നു, ലോക്പാൽ, ലോകായുക്ത നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ വിമൻ റൈറ്റ്സ് കമ്മീഷനും, അതുപോലെ തന്നെ സ്റ്റേറ്റ് വിമൻ കമ്മീഷനും, സംസ്ഥാന നമ്മുടെ വനിതാ വകുപ്പും, അതുപോലെ തന്നെ
ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെക്കുറിച്ചും പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, സിവിൽ സർവീസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം നമ്മുടെ ചാനലിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ മുടങ്ങാതെ കാണുക കേട്ടോ. അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരാൾ മാത്രമേ ക്ലാസ് എടുക്കാനുള്ളൂ, അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ എന്ത് ചെയ്യും, ടോപ്പിക്കുകളൊക്കെ ഏകദേശം കവർ ചെയ്യും കേട്ടോ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സും നമുക്ക് ഡിഗ്രി ലെവലിൽ പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ, കല, കായികം, സാഹിത്യം. അതിൽ കലയ്ക്കകത്ത് വരുന്നതാണ് പ്രശസ്തമായ സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ, കലാകാരന്മാർ, എഴുത്തുകാരന്മാർ എന്ന് പറയുന്നതാണ് കല എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് വരുന്നത്. കായിക രംഗത്ത് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രോഫികളും ഒളിമ്പിക്സ് അതുപോലുള്ള കാര്യങ്ങൾ, വേദികൾ, വിന്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ്, സമ്മർ ഒളിമ്പിക്സ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, കായികം എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് പഠിക്കാനായിട്ടുണ്ട്. സാഹിത്യം, മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, സാഹിത്യകാരന്മാര്, അങ്ങനെ ഒരുപാട് ടോപ്പിക്കുകൾ നമുക്ക് സാഹിത്യത്തിനകത്ത് പഠിക്കാനായിട്ടുണ്ട്. പിന്നെ സംസ്കാരം പഠിക്കാനുണ്ട്, കറണ്ട് അഫെയർ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, നമ്മൾ വ്യത്യസ്തമായിട്ട് വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് അത് കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസിന്റെ ക്ലാസ്സുകളും നമ്മൾ ചെയ്യാൻ കേട്ടോ. കമ്പ്യൂട്ടർ സയൻസിന്റെ ക്ലാസ്സുകൾ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇന്റർനെറ്റ്, സൈബർ ക്രൈം, ഇതുമായി ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കാനുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി വളരെ പ്രധാനപ്പെട്ടതാണ്. സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കാനുണ്ട്. മാത്സിനകത്ത് വരുന്നതാണ് സിമ്പിൾ മാത്തമാറ്റിക് മാത്സും അതുപോലെ തന്നെ മെന്റൽ എബിലിറ്റി. ഈ മെന്റൽ എബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്താണ്. IRB-കകത്തൊക്കെ മെന്റൽ എബിലിറ്റി ഒക്കെ വേറൊരു രീതിയിലാണ് ഇപ്പോൾ ചോദിച്ചു വരുന്നത് അല്ലേ. അപ്പോൾ ഈ സിമ്പിൾ അരിത്തമാറ്റിക്സിനകത്ത് വരുന്നത് ലഘുഗണിതം, അതുപോലെ തന്നെ ഭിന്നസംഖ്യകൾ, ശതമാനം, ലാഭവും നഷ്ടവും, സാധാരണ പലിശ, കൂട്ടുപലിശ പോലുള്ള ടോപ്പിക്കുകളൊക്കെയാണ് ഈ ഒരു മാത്സിന്റെ ഇതിനകത്ത് വരുന്നത്, ലഘുഗണിതത്തിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ മാനസിക ശേഷി അല്ലെങ്കിൽ മെന്റൽ എബിലിറ്റിക്കകത്ത് നമുക്കറിയാം സ്ഥാനനിർണ്ണയം, ശ്രേണി സംഖ്യ, ഒറ്റയാനെ കണ്ടെത്തുക, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, ദിശ, ക്ലോക്ക്, അതുപോലെ തന്നെ കലണ്ടർ, ട്രെയിൻ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനായിട്ടുണ്ട്. കോഡിങ്, ഡീകോഡിങ് നോക്കാറുണ്ട്. പിന്നെ ഇംഗ്ലീഷ് 20 മാർക്കിനാണ് നമുക്ക് നിലവിലിപ്പോൾ ഇംഗ്ലീഷ് ചോദിക്കാനായിട്ട് പോകുന്നത്. 20 മാർക്കിനാണ്. ഇംഗ്ലീഷ് ഗ്രാമർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഗ്രാമർ എന്ത് ചെയ്യണം, പഠിച്ചു തന്നെ പോകണം കേട്ടോ. അതുപോലെ തന്നെ വൊക്കാബുലറിയും പഠിക്കാനായിട്ടുണ്ട്. പിന്നെ റീജിയണൽ ലാംഗ്വേജ്, മലയാളത്തിനകത്ത് നിന്ന് 10 മാർക്കിന് ചോദിക്കുന്നുണ്ട്. മലയാളം വളരെ പ്രധാനപ്പെട്ടതാണ്. വാക്യശുദ്ധി, പദശുദ്ധി, അതുപോലെ തന്നെ പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീതം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, ഈ ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാ മേഖലയിലും നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് തന്നെ പഠിക്കുക. കാരണം ഇവിടെ സിലബസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട കേട്ടോ. അപ്പോൾ ഇപ്പം നിലവിൽ വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ എന്ന് പറയുന്ന ഈ ഒരു തസ്തികയിലേക്കാണ് വന്നിട്ടുള്ളത്. നാളെ മുതൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇത് അപ്ലൈ ചെയ്യേണ്ട കൺഫർമേഷൻ കൊടുക്കേണ്ട ടാബ് നിങ്ങളുടെ പ്രൊഫൈൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നാളെ തന്നെ എന്ത് ചെയ്യുക, മാക്സിമം ആൾക്കാർ നാളെ തന്നെ കൺഫർമേഷൻ കൊടുക്കുക. നല്ലൊരു പോസ്റ്റാണ് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് വേക്കൻസീസ് ഒക്കെ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏജിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, 19 വയസ്സ് മുതൽ 36 വയസ്സ് വരെ വരുന്നതാണ് ഇതിന്റെ ഒരു ഏജ് എന്ന് പറയുന്നത്. നമ്മുടെ SC STക്ക് അതിൻ്റെതായിട്ടുള്ള ഏജ് റിലാക്സേഷൻസ് ഉണ്ടായിരുന്നു. എക്സ് സർവീസ്മാനും അതേപോലെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ക്വാളിഫിക്കേഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലേ, ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രിയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ, നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ്. കണ്ടല്ലോ, സാലറി ഒക്കെ കണ്ടല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കൂടെ തന്നെ ഉണ്ടാവുക, ക്ലാസ്സുകൾ കാണുക. മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം ഉണ്ടായിരിക്കണം. കാരണം നിങ്ങളുടെ എൻകറേജ്മെന്റ് അല്ലെങ്കിൽ കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ കമന്റിലൂടെയൊക്കെ വായിക്കുമ്പോഴാണ് ഇനിയും ക്ലാസ്സുകൾ ചെയ്യണം എന്നൊരു മോട്ടിവേഷൻ കൂടി ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും കൂടെ തന്നെ ഉണ്ടാവുക, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സുകളും പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഒക്കെ ഇതേപോലെ എന്തെങ്കിലും എത്തുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അപ്ഡേഷൻ ലഭിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഈ വീഡിയോസ് തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.